ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വെക്കേഷൻ അല്ല എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് ഡ്രീം വേൾഡിലേക്ക് പോകാമെന്ന്. അപ്പം ഞാനുണ്ട്, സുട്ടുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മായിയുണ്ട്, മാമനുണ്ട്, ഉണ്ട്, എന്റെ ചേച്ചിയുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മളവിടെ എത്തി. ഇതാണ് എന്റെ അപ്പു. പിന്നെ ഞങ്ങള് നേരം വൈകിട്ട് വന്നത്. അവര് നേരത്തെ വന്നു. ഞങ്ങക്ക് ബസ്സൊന്നും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ബസ് കിട്ടിയത്. ഇതാണ് ഗൈസ് ഡ്രീം വേൾഡ്. അപ്പൊ എല്ലാ വെക്കേഷനും പൊടിമൂട് പോലെ എവിടേക്കെങ്കിലൊക്കെ പോവാ, എവിടേക്കെങ്കിലും കൊണ്ടുപോകാന്ന്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ഡ്രീം വേൾഡിലേക്ക് പോയിട്ട്, അപ്പോൾ ഡ്രീം വേൾഡിലാണ് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അളിയും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ ചേച്ചി, പിന്നെ ചേച്ചിയുടെ 3 മക്കള്. അപ്പോൾ ഇത് അകത്തോട്ട് കയറുമ്പോഴുള്ള ഒരു ഫിഷ് ടാങ്കാണ് കേട്ടോ. ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബാഗ് വെക്കാനായിട്ട് ലോക്കർ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ലോക്കർ സൗകര്യത്തിൽ 125 രൂപയാണ്. അത് നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് 100 രൂപ തിരിച്ചു തരും കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെച്ച് പൂട്ടാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലോക്കർ കേട്ടോ. നമ്മൾ 9 പേരുള്ള കാരണം വലിയ ലോക്കർ എടുത്തു. ചെറിയ ലോക്കർ ഉണ്ട്, പക്ഷെ അവിടെ എല്ലാവരും കൂടി വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിലെല്ലാവരും ഡ്രസ്സ് വെക്കുക. പിന്നെ താക്കോല് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നല്ല സിബുള്ള പോക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ ചാടി മറയുമ്പോൾ വെള്ളത്തിലൊക്കെ പോട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയ ട്രെയിൻ യാത്രയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് അവർ പറയണത്. അത് എന്താ പറയുക, ഈ ഡ്രീം വേൾഡിൻ്റെ എല്ലാ ഒരുവിധം നല്ല കാഴ്ചകൾ നമുക്ക് മുകളിൽ കാണാം. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് മുകളിൽ തന്നെ ഇരുന്ന് എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ട്രിപ്പിൽ 10-30 പേര് പോകാനുള്ള ബോഗികളുള്ള 5-6 ബോഗികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം കയറിയ പ്രാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ബോഗിയിൽ കയറാൻ നോക്കിയിട്ട്, അപ്പോൾ ആദ്യം പോയി ഞങ്ങളെല്ലാവരും കൂടി ഒരു ബോഗിയിലിരുന്നു. അപ്പോൾ ഒരു ബോഗിയിൽ മാക്സിമം 6 പേർക്ക് 2, 4, 6 പേർക്ക് ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓവർലോഡായി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ആദ്യം പോയി ലാസ്റ്റത്തെ ബോഗിയിലിരിക്കുന്ന കാഴ്ച കേട്ടോ. അപ്പം അളിയനും ചേച്ചി, ഞാനും, പൊന്നൂസും, അമ്മും, പൊടിമോളും, അപ്പും കൂടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നത് കേട്ടോ. അപ്പം അവിടുത്തെ ഓപ്പറേറ്റർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത്ര പേര് കയറാൻ പാടില്ല, 2 അപ്പുറത്ത് വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും പൊന്നൂസും ബാക്കി ഇവിടെ 10 റൈഡ് ഉണ്ട്. ലാസ്റ്റ് റൈഡ് കുറെ പരിപാടികൾ നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിൽ അവിടെ തിരക്കായതുകൊണ്ട് വന്നാലും മതി. സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടലിലെ തിരമാല വരുന്ന പോലെ നമ്മൾ എവിടെയുള്ള അതിൽ പോയി ചാടി മരണം. പിന്നെ എല്ലാവരും 5 പേര് വെച്ചിട്ട് കയറ്റട്ടെ. അതായത് ഒരു കാറിൽ 2 പേര് വേണമെങ്കിൽ 2 പേര് കളിക്കണത് കണ്ടില്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ കളിക്കണത്. ഉണങ്ങിയ പോലെ 12 മണി നേരത്തെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ആദ്യം നമ്മൾ ചെറുവക റൈഡുകളിലൊക്കെ കയറി അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഈ വെള്ളത്തിലേക്ക് വന്ന് ചാടി മറിയാനുള്ള ഓരോ കാഴ്ചകൾ കിട്ടാം. അപ്പൊ പൊന്നൂസ് ട്രെയിനിലിരുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കണ്. അപ്പൊ തന്നെ പൊന്നൂസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറില്ല, ഇതിൽ കയറില്ല, അതിൽ കയറാൻ എന്നെ നിർബന്ധിക്കരുത്. അപ്പൊ പൊടിമോള് ചുട്ടുപോകാൻ ലാസ്റ്റത്തെ കമ്പാർട്ട്മെന്റിലിരുന്ന് കയ്യാടിക്കിട്ടുണ്ട്. നമുക്കും ഇത് എന്താ പറയാ, നമ്മൾ ഈ TV-യിൽ ഇതിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അനുഭവം നേരിട്ട് കണ്ടപ്പോൾ സത്യം പറയണേ നമുക്കും ഒരുപാട് സന്തോഷമായിട്ടാ. അപ്പൊ നമ്മുടെ ട്രെയിൻ യാത്ര കഴിയാറായി. ട്രെയിൻ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താറായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ചാലായിട്ടില്ല, ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതിലൊക്കെ മക്കളൊക്കെ കയറി ഒരുപാട് ഇതിൽ പേടിയുള്ള സ്ഥലങ്ങളുണ്ട്. പേടിയുള്ള സ്ഥലങ്ങളിൽ അവര് ഇപ്പോൾ തന്നെ പറയും, ഞാൻ ഇതിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല സ്ലോ ആയിട്ട് പോണത് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു റൗണ്ട് അടിക്കിട്ട് 5 മിനിറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കയറാം. ഈ പറഞ്ഞ പോലെ എല്ലാ റൈഡിലും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം. അവിടുത്തെ സ്റ്റാഫുകളായാലും ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ഇതുമില്ല കേട്ടോ. നമുക്ക് എത്ര പ്രാവശ്യം കയറിയാലും അവർ ഒന്നും പറയേ പിടിക്കുക ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ എന്താ പറയാ, ഈ കുട്ടികൾക്ക് പേടിക്കാനൊക്കെ ഉള്ളൊരു
ആ ഓണായി ഓണായി കൊണ്ടുപോച്ചാ അമ്മ അതിനിടിക്ക് അളിയൊന്ന് കണ്ടിയ അച്ചിടിക്ക് അച്ഛാ അച്ഛാ മാമനിടി നീ എന്നെ കാണിക്കണ ഇടിക്കച്ച ഇടിക്ക് Hây 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 നിക്കണ്ടത് നിർത്താൻ പറഞ്ഞത് നിർത്താൻ പറ്റത് ആ നിന്നിട്ടേ മുമ്പിലിക്കടാ മുമ്പിലിക്ക മുമ്പിലിക്ക ഒരാള് അമ്മു ആ പൊടി പൊടി കയറ് ഫ്രണ്ടിലേക്ക് പൊടി ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് അമ്മു ഫ്രണ്ടിലേക്ക് കാലി വെക്ക് മുൻകൂട്ടി വെച്ചോ ആ ഫ്രണ്ടിലേക്ക് ആ മുമ്പിലേക്ക് അമ്മ മുമ്പിലേക്കോട് അമ്മ പിന്നെയുള്ളത് എല്ലാതും കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന സ്നോ വേൾഡ് കേട്ടോ. അപ്പോൾ അവിടെ കളിക്കാനായിട്ട് എല്ലാവർക്കും ബൂട്ട് തരും കേട്ടോ. അവർ ബൂട്ട് എന്ന് മറ്റേ ഷൂ, പ്ലാസ്റ്റിക്കിൻ്റെ ഷൂ, ആ ഫുൾ തണവല്ല. അപ്പോൾ പിന്നെ അവിടെ ഐസിൽ ഗ്രിപ്പ് ഇതൊക്കെ വഴുക്കി വീഴാണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. അത് എത്ര 30 പേര് അങ്ങനെ വെച്ച് അങ്ങോട്ടാണ് കയറ്റം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് നമ്മൾ സെറ്റായി അങ്ങനെ നമ്മുടെ സമയമായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അകത്ത് കയറി. അപ്പോൾ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒഴുകാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ മുകളിൽ ഒരു പാലം പോലെ ഇട്ട് തണവെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണവാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഊട്ടിയൊന്നല്ല,
ഈ മണാലിയിലൊക്കെ പോണ പോലത്തെ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ പൊടിമോള് അമ്മൊക്കെ മോളിൽ പിന്നെ ഒഴുകണമെങ്കിൽ ഒഴുകാം. എല്ലാവരും തണുത്ത് വിറച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഡിസ്റ്റ് അടിക്കാം, എന്താ പറയുക, ഒഴുകാം. വലിപ്പ ചെറുപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇത്ര സമയമൊന്നുമില്ല, നമുക്ക് എന്തോരം നേരം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വേറെ കുറച്ച് ഫാമിലി ഉണ്ട്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ 30-35 പേരോളം ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ സ്റ്റെപ്പ് കയറി ഒഴുകാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒഴുകുമ്പോൾ ഐസ് തണവും കാര്യങ്ങളുള്ളത് കൊണ്ട് കണ്ട ഈ തണവിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ വേറെ ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണോണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാ കണ്ട ഒഴുകാനുള്ള ചെറുത്, വലിയ ഒഴുകണതല്ല. എന്താ കാരണം വെച്ചാൽ തണവുള്ളത് കൊണ്ട് ഒഴുകൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വീഴുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചേച്ചിയൊക്കെ ഇതേ ഒഴുകി പൊടിപോള് തുട്ടുപോലെ അപ്പു എല്ലാവരും ഇട്ടിട്ടാ. പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പാലം പോലെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഡോൾഫിൻ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റേ മഞ്ഞ് സ്ഥലത്തുള്ള കരടിയുണ്ട്. അപ്പോൾ ഇത് വേറെ ഫാമിലി, അവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കിട്ട് അങ്ങോട്ട് വീഴലും ഡാൻസ് കളിക്കലും നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം അതിൻ്റെ വോയിസ് എടുക്കാൻ പറ്റും. അപ്പുതേ വരുന്നു, അടുത്ത ആളാരാന്ന് നോക്കാം നമുക്കില്ല. അങ്ങനെ നമുക്ക് ഒരുവിധം മടുക്കുമ്പോൾ, അതായത് നമ്മൾ ഇറങ്ങിയത് പൊന്നൂസ് ആദ്യമായിട്ടാണ് ഒഴുകുന്നത്. നമ്മൾ പാർക്കിലൊക്കെ പോയി ഒഴുകുമ്പോൾ നാണക്കേടല്ല, ഒരുപാട് പേര് കാണുന്നുള്ള നാണക്കേട് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 3Dയും ബാക്കിയുള്ള വാട്ടറിൻ്റെ ഗെയിമിലോട്ടൊക്കെ പോകണം കേട്ടോ. അപ്പോൾ അതായതാണ് നമ്മുടെ ചങ്കളിയൻ. അപ്പോൾ അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇതൊരു നമ്മളൊരു അടിച്ചുപൊളിയായി ഏറ്റെടുത്തോട്ടത്. പിന്നെ ഒഴുകാനുള്ളത് ഉണ്ട്. ഇത് ചേച്ചി അപ്പൊക്കെ ഇതേ പോകണം കേട്ടോ, ഷർന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇതേ പോണു സുട്ടുപോകാൻ. അപ്പം നല്ല രസകരമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കുറേ നാളായി നമ്മൾ പോകണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴാണ് നമുക്കത് സാധിച്ചത്. അപ്പു പോയിട്ട് ഇപ്പോൾ ചേച്ചിയുടെ വെക്കട്ടേക്ക് വീഴും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള വെള്ളത്തിൽ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചാലായി തുടങ്ങും. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ 3Dയിൽ അവിടെ തിരക്കായത് കൊണ്ട് നമ്മളത് കണ്ടിട്ടില്ല. ഞാൻ അത് കാണണം. അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള രസകരമായ കുറേ കാഴ്ചകളുണ്ട്. എല്ലാവരും പോലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളുണ്ട്. നമ്പർ നമ്മൾ താഴെ കൊടുക്കാട്ടെ, താല്പര്യമുള്ളവർ വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാട്ടെ നിങ്ങൾക്ക്. പിന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഫുഡും ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി ഫുഡുള്ള കാര്യം പറയാലോ. ഞങ്ങൾ 5 ബിരിയാണി മേടിച്ചു. മക്കൾക്ക് 5 ബിരിയാണി അവർക്ക് മതി. ഞാനും അളിയനും പൊന്നൂസും ചേച്ചിയും ചോറ് മേടിച്ചേട്ടാ. അപ്പോൾ ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഭക്ഷണമായിട്ട് കേട്ടുള്ള കാര്യം പറയട്ടെ. ഭയങ്കര നീറ്റ് ഭക്ഷണമായിട്ട് കേട്ടോ. കറികളായാലും ബിരിയാണിയും സൂപ്പർ തന്നെയാട്ടാ. പളിയൻ ഗൾഫിലായത് കൊണ്ട് പച്ചക്കറി മതി എന്ന് പറഞ്ഞു. കാലത്തെ ആവേശങ്ങളുള്ള അല്ലേ കേറുങ്കോ തമ്പി. നടുക്കി പോട്ടെ. ഞങ്ങൾ അപ്പുറത്തില്ല ചേട്ടാ, അപ്പുറത്തിരുന്നാൽ മതിയെ. ഓളിരിക്കോട്ടാ. അറ്റത്ത് പോയിരുന്ന ചേച്ചി. പക്ഷെ എന്താ നോക്ക്, எப்படி இருக்கு அப்போ அப்போ எப்படி இருக்கு? ये देखा रहा മതിയാ. ഇപ്പോൾ ഒരു പോരട്ടെ വണ്ടി പോരട്ടെ.
എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പെട്ടെന്നായിരുന്നു. പിടിച്ചിരുന്നാട്ടാ അമ്മ പിടിവിടല്ലേ? കുട്ടിയാ ചവിട്ടി പിടിച്ചോട്ടത് അല്ലെ വീഴും പൊടി ഹോയ് ഹോയ് പിടിച്ചിരുന്നല്ലോട്ടാ, പേടിക്കണ്ട. പേടിയുണ്ടല്ലേ? മറ്റേ സാധനളിയാ, മറ്റേ സാധനം. അമ്മ നിക്ക് നിക്ക്. ആ വായോ. അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ. സ്നോ വേൾഡ്, ജംഗിൾ വേൾഡ്, വാട്ടർ വേൾഡ്, ഹൊറർ വേൾഡ്, ഒക്കെ പൊള്ളിയായിരുന്നു. അടിച്ചു പൊളിക്കാൻ ഈ വെക്കേഷൻ എന്തായാലും ഡ്രീം വേൾഡിക്ക് വരാം. ഡ്രീം വേൾഡിനൊപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. വർത്താണ്, നമുക്ക് കൊടുക്കുന്ന പൈസക്ക് അടിപൊളി വർത്താണ്. അപ്പൊ എല്ലാവരും ഡ്രീം വേൾഡിക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി വരാം. അടിപൊളിയാവും, നല്ല രസമുണ്ട് ഡ്രീം വേൾഡ്. എല്ലാവരും വന്നോളാം. അപ്പൊ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അടുത്ത വീഡിയോ എല്ലാവർക്കും തരുമ്പോ